ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഫലപ്രദമാവുന്ന ഒരു വീഡിയോ ആണ്. അതായത് മെയിൻ കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് അങ്ങനത്തെ ഉള്ളവർക്കൊക്കെയാണ് യൂസ്ഫുൾ. ബാക്കിയുള്ളവർക്കും യൂസ്ഫുള്ളാണ്. ബാക്കിയുള്ളവർ വളരെ കുറച്ചാണ് നമുക്ക് കണ്ടൻറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പോൾ മിക്കവരും യൂസ് ചെയ്യുന്നത് നമ്മളൊരു ടൈപ്പ് സി കേബിളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യലാണ്. അപ്പോൾ വിൻഡോസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നല്ലൊരു പെർസെൻറ്റേജ് ഉണ്ട്. അത് മാക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്, പക്ഷെ അവരൊക്കെ കൂടുതലാണ് എന്തായാലും വിൻഡോസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കായിട്ടാണ് ഞാനത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വിൻഡോസിൽ ഫോൺ എങ്ങനെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ഓൾറെഡി നമ്മുടെ അടുത്ത് വിൻഡോസിനകത്തുണ്ട് ഫോൺ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫോൺ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടും ഓപ്പൺ. ഓക്കെ, ഇപ്പോൾ ഇത് ചില സമയത്ത് ഓഫായിട്ടായിരിക്കും കിടക്കണേ, അത് ഓണാക്കണം. ഓക്കെ, അതേപോലെ സെറ്റിങ്സിൽ നമ്മൾ ചിലപ്പോൾ നേരിട്ട് ഇങ്ങനെ എല്ലാവർക്കും കാണിക്കുക. അത് നമുക്ക് ഓണാക്കാനുള്ള ഓപ്ഷൻ വരും. അതിന് ഒരു വിൻഡോസിൻ്റെ ലോഗിൻ ഒക്കെ ഉണ്ടാവും. ആ ലോഗിൻ നമുക്ക് മൈക്രോസോഫ്റ്റ് ലോഗിനാണ്. അത് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഇതിനകത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഒരു ഫോൺ ഓൾറെഡി കണക്റ്റഡ് ആണ്, റിയൽമി 14 Pro Plus. പിന്നെ അപ്പോൾ എൻ്റെ ഒരു വേറെ ഫോണുണ്ട്. അതിൽ എൻ്റെ പ്രൈമറി ഫോൺ അതാണ്. പ്രൈമറി ഫോണിനകത്ത് ഫോൺ ലിങ്ക് ഓൾറെഡി അവർ പ്രീ ഇൻസ്റ്റാൾഡായിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് സെക്കൻഡറി ഫോൺ. അപ്പോൾ ഇതിനകത്ത് ഹൈപ്പർവൈസിനകത്ത് ഫോൺ ലിങ്ക് വരുന്നില്ല പ്രീ ഇൻസ്റ്റാൾഡായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫോൺ ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ പോവാം, എന്നിട്ട് ഫോൺ ലിങ്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ ലിങ്ക് ടു വിൻഡോസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അത് മൈക്രോസോഫ്റ്റിൻ്റെ എന്ന് പറയും. ഓക്കെ, അപ്പോൾ കേട്ടോ ആപ്പ് സപ്പോർട്ട് അബൌട്ട് ദിസ് ആപ്പ് നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ അത് നമ്മൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റിനെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, വേറെ തേർഡ് പാർട്ടി യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, രണ്ടും വൈഫൈ കണക്റ്റഡ് ആയിരിക്കണം, അങ്ങനെ ഇതുണ്ട്. അപ്പോൾ വേണ്ട സൈൻ ഇൻ യൂസിങ്, നമുക്ക് സൈൻ ഇൻ ചെയ്യാം, നേരിട്ട് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ സൈൻ ഇൻ യൂസിങ് QR കോഡ് ആൻഡ് PC എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ ഇവിടെ സൈഡിൽ ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിവൈസസ് ക്ലിക്ക് ചെയ്യുക, ആഡ് ഡിവൈസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുക, QR കോഡ് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ക്യാമറ വെച്ചിട്ട് അത് സ്കാൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതായിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ലിങ്ക് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കോഡ് അടിക്കാൻ പറഞ്ഞു, കോഡ് ഞാൻ അടിച്ചു. ഓക്കെ, ഇനിയാണ് നമ്മുടെ ക്രൂഷ്യൽ പാർട്ട് വരുന്നത്. നമ്മുടെ അടുത്ത് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ കറക്റ്റ് നമുക്ക് വേണ്ട, അതായത് നമുക്ക് ഈ അത്യാവശ്യം ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട പെർമിഷൻ മാത്രമേ കൊടുക്കാവുന്നുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിൻഡോസ് ഈസിലി വൾണറബിളാണ് ഹാക്കിങ്ങിനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡാറ്റയും, അതായത് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് ആക്സസ് സിങ്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരിട്ട് നിങ്ങൾക്ക് ആക്സസ് വേറൊരു ഹാക്കറിൻ്റെ അടുത്തേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ലാപ്ടോപ്പ് ഓൾറെഡി ഹാക്ക്ഡ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ സെൻഡ് കോഡ് അതൊന്ന് ഓഫ് ചെയ്തിട്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാനത് OTP അടിച്ചു കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് ചോദിക്കുന്നത് ഇതാണ്, അലോ ലിങ്ക് ടു വിൻഡോസ് ടു സെൻഡ് ആൻഡ് വ്യൂ മെസ്സേജസ്. ഇത് ആവശ്യമില്ല, ഡോണ്ട് അലോ. ഓക്കെ, അലോ ലിങ്ക് ടു
allow link to Windows to make phone calls, അത് ആവശ്യമില്ല. പിന്നെ access your contacts ആവശ്യമില്ല. പിന്നെ access your phone logs അത് ആവശ്യമില്ല. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അത് ആവശ്യമുണ്ട്. പക്ഷേ അത് നമ്മൾ അലോയിൽ കൊടുക്കണ്ട, അലോ ലിമിറ്റഡ് ആക്സസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോ ഒക്കെ വരും, അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട, ഡിസ്മിസ് ചെയ്തിട്ട് നമ്മളത് ഡൺ കൊടുത്ത് വിടാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിൻഡോസ് ടു ലിങ്ക് ടു വിൻഡോസ് ടു സെൻഡ് യു നോട്ടിഫിക്കേഷൻ ഇത് അലോ ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് നമ്മളെ ഇങ്ങോട്ട് നോട്ടിഫിക്കേഷൻ വരാനൊക്കെയാണ്. ഓക്കെ, ഇത് ബാറ്ററി സേവർ ചോദിക്കുന്നുണ്ട്, അത് ബാറ്ററി സേവർ ഇട്ടാൽ കുഴപ്പമില്ല. ഹെൽപ്പ് അസ് ഇംപ്രൂവ് അതിൻ്റെ ആവശ്യമില്ല ഡീനൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെറ്റപ്പായി. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ പ്രിപ്പയറിങ് യുവർ ഡിവൈസസ് ഓൾ ആർ സെറ്റ്. ഓക്കെ, അതാ കാണിച്ചില്ല. അപ്പോൾ നമുക്ക് ഓക്കെ അറിയാം, കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ നമ്മുടെ ഡിവൈസിൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഓപ്പൺ ഫോൺ ലിങ്ക് വെൻ യു ആർ സൈനിങ്. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് വിൻഡോസ് ഓൺ ആകുമ്പോൾ ഇത് സൈൻ ഇൻ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്, ഇത് ഓപ്പൺ ആക്കണമെന്നാണ് വേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട്, കണ്ട. ഓക്കെ, ഇനി നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും നമുക്ക് അങ്ങോട്ട് കൂടുതലും നമ്മൾ ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് ആവശ്യം വരിക നമ്മൾ ഫോണിലെടുത്ത ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ അങ്ങോട്ട് സെൻഡ് ചെയ്യലാണ്. ഇങ്ങോട്ട് സെൻഡ് ചെയ്യണ ആവശ്യം വളരെ കുറവാണുള്ളത്. ഗൈസ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നേരിട്ട് സെൻഡ് ടു PC വരും, ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ. അതായത് ഇവിടെ ഷെയർ കൊടുക്കാം, സെൻഡ് ടു PC കൊടുക്കാം. ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഏതാണെന്ന് കാണിക്കുന്നുണ്ട്, PC ആണ് കാണിക്കുന്നത്, സെൻഡ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ട നോട്ടിഫിക്കേഷൻ വന്നു, ഇതിനകത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിൽ നമ്മളെ ഏതോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഏത് ഫോൾഡറിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. ഇത് ഫീച്ചേഴ്സിനകത്താണ്. ഓക്കെ, അവിടെ ഓപ്പൺ ഫോൾഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, അപ്പോൾ നമ്മൾ അയച്ച ഫയലുടെ അകത്തുണ്ട്. ഓക്കെ, മാക്കിലൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ കോപ്പി ചെയ്യുന്ന സാധനം മാക്കിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കാം എന്നുള്ളത്. ആ ഒരു ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് ഡിസേബിൾ ചെയ്തിട്ടാണ് നല്ലത്. ബിക്കോസ് നമുക്കറിയാവുന്ന പോലെ തന്നെ വിൻഡോസ് അത്ര സെക്യൂർ അല്ല, ഈസിലി ഹാക്കബിളാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് ഫുൾ എടുക്കാനും ഇവിടെ കാണിക്കാനും ഓപ്ഷൻ ഉണ്ട്. കോൾസ്, നമ്മുടെ ഫോട്ടോസ്, ഇതൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാനിതൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രൈവസി ഇല്ല, അതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഫീച്ചറൊക്കെ ഒന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് യൂസ് ചെയ്തൊക്കെ നോക്കാം. അതൊരു കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് ഓണാക്കിയിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫോണിൽ തന്നെ നമുക്കത് ഓഫ് ചെയ്തിടാം, ഫുൾ ടൈം ഇത് ഓണാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതങ്ങൾ ക്വിറ്റ് ചെയ്ത് കളയാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇത് ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കണക്ഷൻ മൊത്തം പോയി. ഇപ്പോൾ ഓഫ്ലൈൻ കാണിക്കുന്നുണ്ടോ, അതുകൊണ്ട് അത് പോയി. പിന്നെ ഇതിലും നമുക്ക് ടോഗിൾ ചെയ്തിടാം, ഇത് ഓഫാക്കിയിടാം. തൽക്കാലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും നല്ലത്. ഓക്കെ, അത്യാവശ്യം വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുക. ഇതിലിപ്പോൾ ഓണായി കിടന്നുകൊണ്ട് വലിയ പ്രശ്നമില്ല, പക്ഷേ ഫോണിൽ എപ്പോഴും ഓണാക്കിയിടുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ സെറ്റിങ്സിൽ പോവാം, എന്നിട്ട് ആപ്സ് സെലക്ട് ചെയ്യുക, ലിങ്ക് ടു വിൻഡോസ്. ഇത് ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ സിസ്റ്റം ആപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഹൈഡ് ആണ് കിടക്കുന്നത്. ഷോ സിസ്റ്റം സർവീസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആപ്പും വരും. ഇത് ഹൈഡാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ആപ്പ് എല്ലാം വരും, ഷോ ആപ്സ്. അപ്പോൾ ഷോ സിസ്റ്റം ആപ്പ് എന്നായിരിക്കും ചെല്ലുണ്ടാവുക. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനകത്ത് ഇവിടെ പെർമിഷൻ ഉണ്ട്,
ആപ്പ് പെർമിഷൻസ്. അതിനകത്ത് ഇതാണ്, ഇപ്പോൾ ക്യാമറയൊക്കെ അലോഡാക്കി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതും എടുത്ത് കളഞ്ഞേക്കാം. ഡോണ്ട് അലോ. പിന്നെ നോട്ടിഫിക്കേഷൻ ഇതും ഈ ഫോട്ടോസും മാത്രം ഇട്ടാൽ മതി. ഓക്കെ, ഡോണ്ട് അലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പോകും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതിൽ നമ്മളിത് പെർമിഷൻ സെറ്റ് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, പിന്നെ ഈ ഒരു സാധനമാണ് നിയർ ബൈ ഡിവൈസ് ചെയ്ത് ആവശ്യമുണ്ട്. ഇത് നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, ഇത് വരാണെങ്കിൽ സിറ്റുവേഷൻ വരാണ്, അത് നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് ഫയൽസ് ഇങ്ങോട്ട് എടുക്കണം, ഫോണിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫയൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഷെയർ കൊടുക്കുക, എന്നിട്ട് ഫോൺ ലിങ്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഉണ്ടാവും ഇവിടെ ഗീവ് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫയൽ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ ഒരു ഫയൽ ആക്സസ് എന്ന് പറഞ്ഞ സംഭവം വരും. ഓക്കെ, ഒരു സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ ആ സ്ക്രീനിൽ ലിങ്ക് ടു വിൻഡോസ് ഉണ്ടാവും. നമ്മൾ തൽക്കാലത്തേക്ക് കണ്ടു ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ആക്സസും ഫയൽസിൻ്റെ എല്ലാ ആക്സസും അങ്ങോട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. ഇത് ഈ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് ഫയൽസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, കൂടുതൽ അങ്ങോട്ടാണ് സെൻഡ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് അത് ആവശ്യം വരാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് എനേബിൾ ആക്കാം. ടോഗിൾ എനേബിൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ അങ്ങോട്ട് സെൻഡ് ചെയ്യാം. ഷെയർ കൊടുക്കുക, നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. കണ്ടോ, ഈസി ആയിട്ട് സെൻഡ് ആയി. ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നു, റിസീവ് ആയിരുന്നുണ്ടോ. ഇപ്പോൾ ഇതാണ് ഫയൽ. ഓക്കെ, നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പോയിട്ട് റിമൂവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കണക്ഷനൊക്കെ പോകും. പിന്നെ ആപ്പും നമ്മുടെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്കൊരു സപ്പോർട്ട് കുറവുണ്ട്, അപ്പോൾ അതൊന്ന് റെഡിയാക്കി തരാം. ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ അമർത്തിയിട്ട് പോവാം. താങ്ക് യു.